ജീവനോ മരണമതോ ഏതായാലും സമ്മതം താൻ. ജീവനോ മരണമതോ ഏതായാലും സമ്മതം താൻ. കുശവൻ കയ്യിൽ കളിമൺ പോൽ ഗുരുവേ എന്നെ നൽകിടുന്നേ. അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം എന്നിഷ്ടമാക്കാം. അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം എന്നിഷ്ടമാക്കാം. കുരിശിൽ തൂങ്ങി മരിച്ചവനെ, എന്നെ തേടി വന്നവനെ, അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം എന്നിഷ്ടമാക്കാം. പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഹോദരീ സഹോദരന്മാർക്കും സ്നേഹവന്ദനം. അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം എന്നിഷ്ടമാക്കാം. ദൈവമേ, നിന്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടങ്ങളായി തീരണം. ഒരിക്കലും എൻ്റെ ഇഷ്ടങ്ങളെ നിന്റെ ഇഷ്ടങ്ങളാക്കി തീർക്കാൻ ഞാൻ ശ്രമിക്കാൻ പാടില്ല. ഇത് ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിൻ്റെ സമർപ്പണമാണ്. എൻ്റെ കൊതിയല്ല നടക്കേണ്ടത്, നിന്റെ ഹിതമാണ്, നിന്റെ ഇഷ്ടമാണ്. ഇത് ഈ ഭൂമിയിൽ നമുക്ക് മാതൃക കാണിച്ചു തന്നത് തൻ്റെ പുത്രനായ യേശു ക്രിസ്തു തന്നെയാണ്. ലൂക്കോസ് 22:42 വാക്യത്തിൽ ഗെത്സമനയിൽ യേശു കർത്താവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടം അല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ ഇഷ്ടമല്ല കർത്താവേ നടക്കേണ്ടത്, നിന്റെ ഇഷ്ടം നടന്നാൽ മതി, നിന്റെ ഹിതം നടന്നാൽ മതി എന്ന് യേശു പ്രാർത്ഥിച്ചു. കാണുന്നവരുടെ കണ്ണിൽ, നോക്കുന്നവരുടെ നോട്ടത്തിൽ പിന്നെ അങ്ങോട്ട് യേശു അനുഭവിച്ചത് സാധാരണ നിലയിലുള്ള അനുഭവങ്ങളോ പീഡകളോ അവസ്ഥകളോ അല്ല. മൃഗീയമായ നിലയിൽ യേശുവിനെ അവർ പീഡിപ്പിച്ചു. വസ്ത്രം പറിച്ചെടുത്തു, ശരീരം അടിച്ചു തകർത്തു, മുൾക്കിരീടം തലയിൽ വെച്ചു, കാർക്കിച്ചു തുപ്പി. ഒരാടിനെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ വലിച്ചിഴയ്ക്കുന്ന പോലെ കർത്താവിനെ വലിച്ചിഴച്ചു. പല പല കോടതികൾ മാറി മാറി വിധിച്ചു. 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ മേൽ യേശുവിനെ ക്രൂശിച്ചു, പരിഹസിച്ചു, വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി. പിതാവേ, എൻ്റെ ഇഷ്ടം നടക്കണ്ട, നിന്റെ ഇഷ്ടം നടന്നാൽ മതിയെന്ന് പ്രാർത്ഥിച്ച ക്രിസ്തുവിൻ്റെ ജീവിതത്തെ പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ, മാനുഷിക ദൃഷ്ടിയിൽ, മനുഷ്യൻ്റെ കണ്ണിൽ, വ്യക്തിപരമായ ആളുകൾ നോക്കുമ്പോൾ അത് ഒരു വല്ലാത്ത അവസ്ഥയിൽ കർത്താവ് പോകുമായിരുന്നല്ലേ. പക്ഷേ അവിടെ സർവശക്തനാകുന്ന ദൈവം തൻ്റെ പുത്രനെ പദ്ധതിയിലേക്ക് നയിക്കുകയായിരുന്നു. യേശു ക്രൂശിതനായത് സ്വന്തം ഇഷ്ടത്തിലല്ല, ദൈവ പദ്ധതിയുടെ പൂർത്തീകരണമാണ്. യേശു അടികളേറ്റത് പ്രവചനത്തിൻ്റെ നിവർത്തീകരണമാണ്. യേശു അനുഭവിച്ചതൊന്നും യേശു ചെയ്തതിൻ്റെ ശിക്ഷയ്ക്കല്ല, യേശു പ്രവർത്തിച്ചതിന് പകരമല്ല. എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, രോഗത്തിൻ്റെ ശിക്ഷ അവൻ വ്യക്തിപരമായി ഏറ്റെടുക്കുകയായിരുന്നു. ബൈബിളിൽ യേശു കർത്താവ് എൻ്റെ ഇഷ്ടം നടക്കണ്ട, നിന്റെ ഇഷ്ടം നടന്നാൽ മതിയെന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന മാനുഷിക കണ്ണുകളിൽ പീഡനങ്ങളും ദുഃഖങ്ങളും രോദനങ്ങളുമായി തീർന്നെങ്കിലും
ഞായറാഴ്ച പകൽക്കാലം വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു, മരണത്തെ ജയിച്ച് ദൈവപുത്രനായ യേശു ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായിത്തീർന്നു. നമുക്കറിയാം, നമ്മുടെ കർത്താവ് രാജാതി രാജാവായി സ്വർഗാരോഹണം ചെയ്തു. ദൈവ പദ്ധതികൾ യേശു ക്രിസ്തുവിൻ്റെ മേളിൽ നിറവേറുവാൻ ഇടയായിത്തീർന്നു. കർത്താവെ, എൻ്റെ ഇഷ്ടം നടക്കണ്ട, നിൻ്റെ ഇഷ്ടം നടന്നാൽ മതിയെന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും പലതിനും നമ്മൾ വില കൊടുക്കേണ്ടി വരും. പല നഷ്ടങ്ങളും സഹിക്കേണ്ടി വരും. പല പ്ലഷറുകളും പല വ്യക്തിപരമായ സന്തോഷങ്ങളും നഷ്ടപ്പെട്ടെന്ന് വരും. പക്ഷെ ഇതിൻ്റെ എല്ലാം അവസാനം, ഇതിൻ്റെ എല്ലാം ഒടുവിലെന്ന് പറയുന്നത് ഒരു അത്ഭുതമായിരിക്കും, ഒരു ഡെലിവറൻസ് ആയിരിക്കും, ഒരു അനുഗ്രഹമായിരിക്കും, ഒരു ഉയർത്തെഴുന്നേൽപ്പായിരിക്കും, ഒരു മാറ്റമായിരിക്കും, ഒരു മാന്യതയായിരിക്കും. അതുകൊണ്ട് ഇന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ, അൻപിൻ രൂപി യേശുനാഥ നിന്നിഷ്ടം എന്നിഷ്ടമാക്ക, കുരിശിൽ തൂങ്ങി മരിച്ചവനെ, എന്നെ തേടി വന്നവനെ എന്നൊക്കെ പാടുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവവും പ്രാർത്ഥനയും ആയിത്തീരട്ടെ. അൻപിൻ രൂപി